നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ NCP പിളർന്നു. ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അജിത് പവാർ. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व शुद्ध बुद्धीने पार पाडी. 9 NCP MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. അജിത് പവാറിന്റെ നിലപാട് വഞ്ചനാപരമെന്ന മന്ത്രി AK ശശീന്ദ്രൻ. മലയാളിയുടെ നടുവൊടിച്ച് വിലക്കയറ്റം. 2 ആഴ്ചക്കിടെ പച്ചക്കറിക്ക് വില വർദ്ധിച്ചത് 2 ഇരട്ടിയിലധികം. അരിയുടെയും പല വ്യഞ്ജനങ്ങളുടെയും വിലയിലും വർധനവ്. പൂഴ്ത്തിവയ്പ് തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് കാലവർഷം കനക്കും. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്ന നിലപാടിൽ ഹൈബിയുടെ തള്ളി കോൺഗ്രസ്. ഹൈബിയുടേത് പാർട്ടി നിലപാടല്ലെന്ന് VD സതീശൻ. ഹൈബി പാർട്ടിയോട് ആലോചിച്ചില്ലെന്ന് K മുരളീധരൻ. അപക്കുമെന്ന് ശശി തരൂർ. വിമർശനവുമായി CPM. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ബിഷ്ണുപൂരിൽ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. മണിപ്പൂർ കലാപം ആസൂത്രിതമെന്നാവർത്തിച്ച് മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. ഏഷ്യാകപ്പ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ജപ്പാൻ ദക്ഷിണ കൊറിയയെ നേരിടും.